സബ്സ്ക്രൈബ് ചെയ്യുക Jeevan Tech നോട് അതിൻ്റെ തൊട്ടപ്പുറത്ത് ബെല്ലൈക്കൺ അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. ഹായ് ഫോക്സ്, ദിസ് ഇസ് Jeevan Tech എന്ന വീഡിയോ. ഓക്കെ, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ക്രിസ്മസ് കാലമൊക്കെ വന്നു. ഓക്കെ, നമുക്ക് ഇൻ്റർനെറ്റൊക്കെ കിട്ടത്തില്ല. ഓക്കെ, എൻ്റെ കയ്യിലിരിക്കുന്ന സംഭവമാണ് GFI. ഓക്കെ, സോറി തറകുത്തിയിരിക്കുന്നു. GFI. അപ്പം GFIയുടെ എൻ്റെ ഒരു സാധാ വൈഫൈ കിടപ്പുണ്ട്. നിങ്ങളെല്ലാവരും വീഡിയോ കാണുന്നതായിരിക്കും. ആ വൈഫൈ ഇതും ലിങ്ക് ചെയ്യാൻ പോണേ റേഞ്ച് എക്സ്റ്റൻഷൻ കിട്ടാൻ വേണ്ടി. അപ്പം എൻ്റെ മുറിക്കകത്ത് എൻ്റെ ബ്രോഡ്ബാൻഡ് ഇപ്പം നിലവിൽ പോയിരിക്കുക, റെഡാണ് കാണിക്കുന്നത്. അപ്പം BSNL ടെക്നീഷ്യൻ പറഞ്ഞു എൻ്റെ ക്രിസ്മസ് കാലം കൂടെ ആയി, നമുക്ക് ഇൻ്റർനെറ്റ് ഒന്നും കിട്ടാറില്ല. അതേസമയം ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നത് ഇപ്പം ജസ്റ്റ് GFI മോഡത്തിന് എങ്ങനെ ലിങ്ക് ചെയ്യണമെന്ന് ഈ വീഡിയോ ഒന്ന് പറയാൻ പോകുന്നത്. സോ ഗൈസ്, വീഡിയോ തുടങ്ങുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക വീഡിയോ. പിന്നെ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും മോഡം ഉണ്ടെങ്കിൽ. പിന്നെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക, പിന്നെ തൊട്ടപ്പുറത്ത് ബെല്ലൈക്കൺ അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. നമുക്ക് പെട്ടെന്ന് തുടങ്ങാം. അപ്പോൾ ഗൈസ്, നമുക്ക് വീഡിയോ തുടങ്ങുന്ന മുമ്പ് നമുക്ക് രണ്ട് സാധനം വേണം. ഓക്കെ, നമുക്ക് ആദ്യമേ ഒരു മോഡം, പിന്നെ ഒരു സാധാ നമുക്ക് ഡീലിംഗ് വൈഫൈ റൗട്ടർ ആണെങ്കിൽ ഓക്കെയാണ്. BSNL മോഡാണ് കംപ്ലീറ്റ് വർക്കാകത്തില്ല. എന്ന് വെച്ചാൽ നമുക്ക് ലാൻഡ് ലൈൻ വഴിയുള്ള വർക്കൗട്ട് ആകത്തുള്ളൂ. അപ്പം ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ TP ലിങ്ക് വയർലെസ് എക്സ്റ്റൻഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. അത് നിങ്ങൾക്ക് ചെയ്യണം. ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന എൻ്റെ സാധാ ഡീലിംഗ് യൂസേഴ്സിന് വേണ്ടി ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഞാൻ ഉപയോഗിക്കുന്ന ഡീലിംഗ് മോഡമാണ്. അപ്പം റൗട്ടറാണ്, വൈഫൈ റൗട്ടർ. അതിനെ കുറിച്ച് ഈ GFI ലിങ്ക് ചെയ്യുന്നതാണ് ഈ വീഡിയോ എന്ന് പറയാൻ പോകുന്നത്. നമുക്ക് ആ ട്യൂട്ടോറിയലിലോട്ട് പോയേക്കാം. ആണ് ഡീലിംഗ് മോഡം. ഓക്കെ, മോഡത്തിൻ്റെ പുറകെ നിങ്ങൾക്ക് കാണാനായിരിക്കും ഒരു വാൻ, ഒരു ലാൻ. ഓക്കെ, വാൻ നമ്മൾ ഉപയോഗിക്കുന്നില്ല, അറ്റ്ലീസ്റ്റ് നമ്മൾ ഈ സാധനമായിട്ട് ബന്ധിച്ചുകൊണ്ട്. അപ്പം ചില മോഡെല്ലാം USB ഉണ്ടായിരിക്കുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്യാവുന്ന ഇൻ്റർനെറ്റ് ആക്സസ് ആകുവാൻ. ഓക്കെ, നമുക്ക് ഇതിനായിട്ട് വൈഫൈ ആയിട്ട് ബന്ധിപ്പിക്കാൻ പോകണം. അപ്പം ഇതിന് ഞാൻ ഒരു റൂം വിട്ടാണ് അടുത്ത് ചെയ്തിരിക്കുന്നത്. ഈ റൂമിൽ ഈ സാധനം വെച്ചേക്കുവാണ്. അപ്പം റേഞ്ച് എക്സ്റ്റൻഷനാവും, നല്ല സ്പീഡും കിട്ടും. അപ്പം ഗൈസ്, നമുക്ക് ഈ സാധനം ഒന്ന് ഓൺ ചെയ്തിട്ട് നമുക്ക് സെറ്റപ്പ് ചെയ്യാം. സംഭവമായിട്ട് സെറ്റായിട്ടുണ്ട്. ഓക്കെ, എൻ്റെ വീട്ടിലെ മുറിക്കകത്ത് കവറേജ് കാണാനായിരിക്കും വീക്കാണ്. അപ്പം ചാർജ് ഉണ്ട്, വൈഫൈയും വർക്കിംഗ് ആണ്. അപ്പം നമുക്ക് എൻ്റെ കമ്പ്യൂട്ടറിലോട്ട് പോയാൽ അപ്പം ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഈ സാധനം റീസെറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ ഈ മോഡം ഒന്ന് റീസെറ്റ് ചെയ്യണം. വൈഫൈ റൗട്ടർ ഓൾറെഡി ഞാൻ ഇതിന് മുമ്പ് ഏഷ്യാനെറ്റിൻ്റെ മോഡമായിരുന്നു. അപ്പം നമുക്ക് ഇത് റീസെറ്റ് ചെയ്യാം. സെറ്റിംഗ് പിൻ വെച്ച് അത് യൂസ്ഫുൾ ആയിരിക്കും എന്ന് പറയാം. ഓക്കെ, ഞാനിപ്പോൾ റീസെറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇത് റീസെറ്റായി, അതെന്ന് കാണാമായിരിക്കും. അപ്പോൾ നമുക്കിത് ലൈറ്റൊന്നും അറിയുന്നില്ല, ഇത് ബ്ലിങ്ക് ആയിട്ടുള്ളൂ. ബാക്കിയുള്ള റീസെറ്റായി. അപ്പം നമുക്ക് ഈ GFIയുടെ മോഡം ഇങ്ങനെ ആക്റ്റീവാണ്. അപ്പം നമ്മുടെ കമ്പ്യൂട്ടറിലോട്ടൊന്ന് നമുക്ക് നോക്കിയേക്കാം. ഇപ്പോൾ സംഭവം നമുക്ക് ഇൻ്റർനെറ്റ് ആക്സസ് അല്ല, നമുക്ക് ഇതുമായിട്ടും ബന്ധിപ്പിക്കണം. അപ്പോൾ ഗൈസ്, നമ്മുടെ കമ്പ്യൂട്ടറിൽ കയറി ബ്രൗസർ എടുക്കുക. നിങ്ങളുടെ ഫോണിലാണ് ബ്രൗസർ ഉണ്ട്. കുറേ നമ്മുടെ മോഡത്തിൻ്റെ IP അഡ്രസ്സ് ഉണ്ട്. ആ IP അഡ്രസ്സ് നമുക്ക് കാണാം. നമ്മുടെ ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. നിങ്ങളുടെ മോഡത്തിൻ്റെ പുറകെ കാണും IP അഡ്രസ്സും യൂസർ നെയിം പാസ്വേഡ്. ഓക്കെ, ഞാൻ ഓൾറെഡി കുറച്ച് മുമ്പ് കടന്നായിരുന്നു, ഞാൻ റീസെറ്റ് ചെയ്യുന്നു. ഓക്കെ, ഞാൻ എൻ്റെ വൈഫൈ പാസ്വേഡ് ഒന്ന് സെറ്റ് ചെയ്യണം. എനിക്ക് ഈ വീട്ടിലെ കുടുംബം എല്ലാവരും സബ്സ്ക്രൈബറാണ്. അപ്പോൾ ഞാൻ റീസെറ്റ് ചെയ്യുന്ന പ്രശ്നമാണ്. അപ്പോൾ ഗൈസ്, നമുക്ക് ഇതിൽ ഡീലിംഗ് മോഡൽസാണ്, ഡീഫോൾട്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസർ ഐ ഡി പാസ്വേഡ് ആണെങ്കിൽ നമ്മുടെ റൗട്ടറിൻ്റെ പുറവശത്തുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ പേജ് എത്തി പോകുമ്പോൾ നമുക്ക് വയർലെസ് എന്ന് പറഞ്ഞ പേജ് ഉണ്ട്. അതിനകത്ത് നമ്മുടെ പാസ്വേഡ് എല്ലാം വയർലെസ്സിൻ്റെ സെറ്റപ്പാണ് വൈഫൈക്ക്. ഓക്കെ, നമുക്ക് വൈഫൈ സെറ്റ് ചെയ്യണം. വയർലെസ് റിപ്പീറ്ററിൽ പോയിട്ട് നമുക്ക് ഒരു എനേബിൾ ചെയ്ത് നമ്മുടെ വൈഫൈയുടെ GFIയുടെ ഡിവൈസ് അത് നമ്മൾ ടൈപ്പ് ചെയ്യുക SSID. അപ്പോൾ നമുക്ക് ഓക്കെ അമർത്തുക. ഓക്കെ അമർത്തി. അപ്പോൾ ഓക്കെ അമർത്തിയപ്പോൾ നമ്മുടെ ഒരു വയർലെസ് ഒരു 5-6 സെക്കൻഡിന് വെയിറ്റ് ചെയ്യാൻ നമുക്ക് GFI എഴുതി കാണിച്ചു. അപ്പോൾ അത് നെക്സ്റ്റ് ആക്കിയിട്ട് നമുക്കൊരു പേര് കാണിക്കും. ഈ പാസ്വേഡ് അടിക്കാൻ പറയും. ഓക്കെ, ഞാനിപ്പോൾ പാസ്വേഡ് അടിച്ച് നെക്സ്റ്റ് നോക്കി. അപ്പോൾ നമുക്ക് ഇച്ചിരി ഫാസ്റ്റ് പ്രോസസ്സറുണ്ട്, റീബൂട്ട് ചെയ്യുക. അപ്പം റീബൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഇത് നല്ല സ്പീഡൊക്കെ കിട്ടുന്നു, അത്യാവശ്യം നല്ല സ്പീഡാണ് കിട്ടുന്നത്. 10 Mbps എനിക്ക് ധാരാളം. അപ്പം
ഞാനിപ്പോൾ കണക്റ്റ് ആകുന്നില്ല. ഞാൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തപ്പം മോഡം കണക്റ്റായി. അപ്പം സംഭവം എനിക്ക് സിഗ്നൽ വീക്കാണ് ഇവിടെ. അപ്പം 38 ആണ് കാണിക്കുന്നത്. അപ്പം സിഗ്നൽ വീക്ക് ആയിട്ടുണ്ട്. ഞാൻ എൻ്റെ മുറ്റത്തിൽ അവിടെ വെച്ചപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ ലൈറ്റ്. അപ്പം എനിക്ക് സിഗ്നൽ 83 dB ആണ്. പക്ഷെ അതിനായിട്ട് എനിക്ക് എന്നാ നടത്തില്ല. അപ്പം ഇതാണ് സംഭവം. അപ്പം നമുക്ക് സ്പീഡ് ടെസ്റ്റ് നോക്കാം. അപ്പോൾ സ്പീഡ് ടെസ്റ്റ് നോക്കിയപ്പോൾ ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് ആണ്. ഓക്കെ, ഇനിയും കാണാം jiofi കണക്റ്റ് ആയിരിക്കണം. അപ്പം നമുക്ക് ചെയ്ത് നോക്കുവാണ്. ജിയോ കാണിക്കുന്നു. അപ്പം നമുക്ക് കൂടിപ്പോയ 10 MB/s കിട്ടുന്നുണ്ട്. നമുക്കിത് ധാരാളം. ഓക്കെ, അപ്പോൾ ഗൈസ് ഈ ക്രിസ്മസ് കാലം വന്നു. അപ്പം ഈ ആഴ്ചയാണ് ക്രിസ്മസ്. ഓക്കെ, 25 ബുധനാഴ്ച. അപ്പം ക്രിസ്മസ് ആയതുകൊണ്ട് നമുക്ക് ഹാപ്പി ക്രിസ്മസ് ടു എവരി വൺ. ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, ഇന്ന് ഞാനൊരു ആപ്പ് ഞാൻ കാണിച്ചതാണ്. ആപ്പ് കംപ്ലീറ്റ് യൂസ്ഫുള്ളാണ്. നിങ്ങൾക്ക് റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ് ആ ആപ്പിൽ. നമുക്ക് എല്ലാം റേഞ്ച് കിട്ടും, നല്ല സ്പീഡായിട്ട് കവറേജ് കിട്ടുന്ന ആപ്പ് കാണിക്കുന്നത്. ഓക്കെ, അതെല്ലാം പറ്റേക്ക്. നമുക്ക് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി തോന്നുന്നു. സോ ഗൈസ്, മേക്ക് ഷുവർ ലൈക്ക് ദിസ് വീഡിയോ, ഷെയർ യുവർ ഫ്രണ്ട്സ്, and don't forget to subscribe our channel and the top of the bell icon. I'm uploading videos in the notification. I love you. See you next week. Bye.